വാഹനമോടിക്കുന്ന നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നൊരു വിഭാഗമാണ് കാൽനട യാത്രക്കാർ. ഇവിടെ ഒരു ഉമ്മയും 2 മക്കളും റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു മോള് പെട്ടെന്ന് മുന്നിലേക്ക് ഓടി. ഭാഗ്യം കൊണ്ടൊന്നും പറ്റിയില്ല. വാഹനമോടിക്കുന്ന നമ്മൾ തന്നെയാണ് കാൽനട യാത്രക്കാരെ പരിഗണിക്കേണ്ടത്. ഇവിടെ വലത്തേക്ക് എടുക്കുന്ന ആ ഓട്ടോയുടെ പുറകിൽ 2 പേർ ക്രോസ് ചെയ്യാൻ വരുന്നുണ്ട്. അവരെ കണ്ടതും ഞാൻ വാഹനം നിർത്തി. പലയിടത്തും സീബ്ര ക്രോസിങ്ങുകൾ മാഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ജംഗ്ഷനെത്തുമ്പോൾ നമ്മൾ വാഹനത്തിന് വേഗം കുറയ്ക്കുക. കാൽനട യാത്രക്കാർ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുക. ഇവിടെ 2 പേർ ക്രോസ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. ഞാൻ എൻ്റെ വാഹനം നിർത്തുന്ന കൂട്ടത്തിൽ റിയർവ്യൂ മിററും ചെക്ക് ചെയ്യുന്നുണ്ട്. പലപ്പോഴും ആൾ ക്രോസ് ചെയ്യാനായി നമ്മൾ വാഹനം നിർത്തിയാലും മറ്റു വാഹനങ്ങൾ മറികടന്ന് പോകാറുണ്ട്. ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത്. ഈ അമ്മയ്ക്ക് പോകാൻ വേണ്ടി ഞാൻ വണ്ടി നിർത്തിയെങ്കിലും ഒരു കാറും ബൈക്കും അതിൻ്റെ മുന്നിൽ പോയി. അവരത് കണ്ടതുകൊണ്ട് അത് പോയ ശേഷമാണ് സേഫായി റോഡ് ക്രോസ് ചെയ്തത്. ഇത്തരം ഹൈവേകളിലും ആളുകൾ പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്യാറുണ്ട്. അത് പ്രതീക്ഷിച്ചു തന്നെ നമ്മൾ വാഹനം ഓടിക്കണം. അതുപോലെ അവരുമായിട്ടൊരു ഐ കോണ്ടാക്റ്റ് നിലനിർത്തുന്നതും പെട്ടെന്നുള്ള പാനിക് സിറ്റുവേഷൻ ഒഴിവാക്കാൻ സഹായിക്കും. മോട്ടോർ ബൈക്ക് ആണെങ്കിൽ ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് തന്നെ ഗിയർ ഒന്ന് ഡൗൺ ചെയ്യുന്നത് വാഹനത്തിൻ്റെ വേഗം നമ്മുടെ കൺട്രോളിലാക്കാൻ തീർച്ചയായും സഹായിക്കും. സ്കൂട്ടർ ആണെങ്കിൽ പതിയെ ത്രോട്ടിൽ കട്ട് ചെയ്യുക. പലപ്പോഴും മനുഷ്യന്മാർ മാത്രമല്ല, ഇതുപോലെ മൃഗങ്ങളും റോഡ് ക്രോസ് ചെയ്യും. അവരെ നമ്മൾ പരിഗണിക്കണം. ഡോഗ്സ് കുറുകെ ചാടി ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലുള്ള വേഗമാണെങ്കിലോ? 2 പേരും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ സിഗ്നൽ ഇല്ലാത്ത ഇത്തരം ജംഗ്ഷനുകളിൽ നമ്മൾ വേഗത കുറച്ച് പോയേ വെക്കൂ. സേഫ്റ്റി മുഖ്യം ബിഗിലേ അല്ലേ? പക്ഷേ ഇതുപോലെ ദിവാസ്വപ്നം കണ്ട് റോഡ് ക്രോസ് ചെയ്യുന്ന ആളുകളുമുണ്ട്. വേറെന്തൊക്കെയോ ആലോചിച്ചാണ് അവർ റോഡ് ക്രോസ് ചെയ്യുന്നത്. അത്തരം ആൾക്കാർക്ക് വേണ്ടി നമ്മൾ സ്വയം ശ്രദ്ധ പതിപ്പിക്കുക. ഇവിടെ കണ്ടില്ലേ, ഈ ചേട്ടൻ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ് റോഡ് ക്രോസ് ചെയ്യുന്നത്. പക്ഷേ പുള്ളി പെട്ടെന്ന് എന്നെ കണ്ടു, കൈകൊണ്ട് സോറി കാണിച്ചു. വീണ്ടും മുന്നോട്ട് പോയപ്പോൾ അടുത്ത ആൾ. പുള്ളിക്കാരിയും ചുറ്റും നോക്കാതെയാണ് റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്തെന്നാപ്പം ആലോചിച്ചുകൊണ്ട് പോണത്, നോക്കി പോണ്ടേ എന്ന് മനസ്സിൽ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോയി. തൊട്ടടുത്ത സിറ്റുവേഷനിൽ ഗിയർ ബ്രേക്കിംഗ് ഉപയോഗിച്ചാണ് ഞാൻ വാഹനത്തിൻ്റെ വേഗത പെട്ടെന്ന് കുറച്ചത്. ഇത്തരം സിറ്റുവേഷനുകളിൽ ഹോൺ അടിച്ചാൽ അവർ ചിലപ്പോൾ ഭയപ്പെടും. നിർത്താൻ കഴിയുന്ന സ്ഥലമാണെങ്കിൽ നമ്മൾ സേഫ്റ്റി നോക്കി വാഹനം നിർത്തി കൊടുക്കുക. അവർ ക്രോസ് ചെയ്യട്ടെ. നിയമപ്രകാരം സീബ്ര ക്രോസിങ്ങിൽ ആളുണ്ടെങ്കിൽ നമ്മൾ വാഹനം നിർത്തണമെന്നാണ്. പക്ഷേ ഈ സിറ്റുവേഷനിൽ ഞാൻ വാഹനം കൊണ്ട് നിർത്തി. പക്ഷേ പിന്നിൽ സിഗ്നൽ വിട്ടതുകൊണ്ട് വണ്ടികൾ ചീറിപ്പാഞ്ഞ് വരുന്നുണ്ട്. എൻ്റെ റിയർവ്യൂ മിററിൽ ഞാനൊരു KSRTC ബസ് പിന്നിൽ വരുന്നത് കണ്ടിട്ടാണ് വാഹനം മുന്നോട്ടെടുത്തത്. വേറെ ഒരു നിവൃത്തിയുമില്ല. സ്വന്തം സേഫ്റ്റി കൂടെ നോക്കണമല്ലോ. ഞാൻ നിർത്തിക്കൊടുത്താലും ബസ് നിർത്താനൊന്നും പോകുന്നില്ല എന്നുള്ളത് വരവ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിലും സന്ദർഭോചിതമായ റോഡിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തേ വെക്കൂ. അടുത്തത് റെഡ് സിഗ്നൽ വീണ് കഴിഞ്ഞു. സിറ്റി ബസ് അവിടെ നിർത്തുമോ? എനിക്ക് തോന്നുന്നില്ല. പറഞ്ഞ പോലെ തന്നെ പുള്ളി കയറിപ്പോയി. അതിൻ്റെ വാല് പിടിച്ച് 2 സ്കൂട്ടറുകാരും കയറിപ്പോയി. ഓൾറെഡി കാൽനട യാത്രക്കാർ സീബ്ര ക്രോസിങ്ങിൽ നിൽപ്പുണ്ടായിരുന്നു. അവരെ കണ്ടുകൊണ്ടും സിഗ്നൽ തെറ്റിച്ച് വാഹനം മുന്നോട്ടെടുക്കുന്നത് മോശമാണ്. നമ്മുടെ വാഹനങ്ങളെപ്പോലെ തന്നെ കാൽനട യാത്രക്കാരും റോഡിൻ്റെ ഭാഗമാണ്. അവർക്ക് വേണ്ട പരിഗണനയും സുരക്ഷയും ഉറപ്പാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ സേഫായി ഡ്രൈവ് ചെയ്യൂ, സേഫായിരിക്കൂ. വീണ്ടും കാണാം.